വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ നാടകീയ രംഗങ്ങളാണ് കണ്ടത്. നിരവധി പേർ ഇറങ്ങിപ്പോയി. പ്രതിനിധികൾ കൂവി വിളിച്ചു. ഹമാസിന്റെ ഭീഷണി ഇല്ലാതാകുന്നതുവരെ യുദ്ധം തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഗസയിലെ പട്ടിണിക്ക് കാരണം പൂഴ്ത്തിവെപ്പാണെന്നും നെതന്യാഹു ന്യായീകരിച്ചു. Please order in the hall. Please order in the hall. Please order in the hall. Призываю всех к порядку. സായ്കുമാർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സായ്കുമാർ. നാട്ടിലാണോ എന്നൊരു നിമിഷം തോന്നുന്ന രീതിയിലുള്ള ഒരു കൂവലാണ് കേട്ടത്. ഐക്യരാഷ്ട്രസഭയിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇതൊക്കെ കേട്ടിട്ടും പ്രസംഗം തുടരുകയായിരുന്നോ? എന്തൊക്കെയാണ് കൂവലിനിടയിലും പറഞ്ഞത്? തീർച്ചയായും സുജയ, അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അല്പം മുമ്പ് വേദിയായത്. അവിടെ നെതന്യാഹു പ്രസംഗിക്കാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂവലുകളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം ചില പ്രതിനിധികൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തു. ഈ ഒഴിഞ്ഞ കസേരകളെ നോക്കിക്കൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. പക്ഷേ ഈ പ്രതിഷേധവും കൂകിവിളിയൊന്നും നെതന്യാഹുവിൻ്റെ പ്രസംഗത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയിട്ടില്ല. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം അവിടെ വന്ന് പറയുകയും ചെയ്തു. പ്രധാനമായും പറഞ്ഞത് ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് ചില രാജ്യങ്ങൾ പറയുന്നു. അത് വംശഹത്യയല്ല, അത് തങ്ങളുടെ പ്രതിരോധമാണ് എന്നുള്ളതാണ് നെതന്യാഹു പ്രധാനമായും പറഞ്ഞു വെച്ചത്. അതോടൊപ്പം പലസ്തീൻ രാഷ്ട്രങ്ങളെ അംഗീകരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം നിലപാട് കഴിഞ്ഞ ദിവസം കണ്ടു. അത് ഭ്രാന്തൻ നിലപാടാണ് എന്നുള്ള കടുത്ത വിമർശനം കൂടി നെതന്യാഹു ഇന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇറാനെയും രൂക്ഷമായ ഭാഷയിൽ നെതന്യാഹു വിമർശിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഭീഷണിയായിട്ടാണ് ഇറാൻ നിലകൊള്ളുന്നത്. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെയൊക്കെ ഒരു ആലോചന നടക്കുന്നത് ഇറാനിലാണ് എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗസയ്ക്ക് പലസ്തീൻ നൽകുന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ ബന്ദികളെ എത്രയും പെട്ടെന്ന് കൈമാറിയിട്ടില്ലെങ്കിൽ ഗസയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ആക്രമണം തുടരും എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നെതന്യാഹുവിൻ്റെ ഈ പ്രസംഗം ഗാസയിൽ വലിയ ബിഗ് സ്ക്രീനൊക്കെ വെച്ച് അവിടെ കാണിക്കാനുള്ളൊരു ശ്രമം കൂടി ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ആക്രമണം തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നെതന്യാഹു നൽകുന്നത്. ഈ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ഐക്യരാഷ്ട്ര ഓഫീസിന് പുറത്തും നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സുജയ, തുടർന്ന് സംസാരിച്ച ബംഗ്ലാദേശിന്റെ ചീഫ് അഡ്വൈസർ ഓഫ് ദി ഇന്ററിം ഗവൺമെന്റ് യൂനസ് പറയുന്നത് ഇപ്പോൾ ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. അങ്ങനെ തുടർച്ചയായി ബെന്യമിൻ നെതന്യാഹുവിനോടുള്ള എതിർപ്പ്, ഇസ്രയേലിന്റെ ഗസയിലെ കൂട്ടക്കുരുതിയോടുള്ള എതിർപ്പ്, അത് കൃത്യമായി തന്നെ അവിടെ ശബ്ദമായി വന്നിരിക്കുന്നു എന്നത് യുഎന് കൃത്യമായി കിട്ടുന്ന ഒരു സന്ദേശമല്ലേ? തിങ്കളാഴ്ച ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോവുകയാണ് ബെന്യമിൻ നെതന്യാഹു. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് മാത്രമല്ല, ലോകം എതിർക്കുന്നുണ്ട് എന്നത് ലോകം മുഴുവൻ ഇതിനകം കണ്ടു കഴിഞ്ഞില്ലേ സായ്കുമാർ? തീർച്ചയായും അത് തന്നെയാണ് സുജല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50 രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുക കൂടി ചെയ്തു. അതോടൊപ്പം ഒരു നേതാക്കും ഇതുവരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു കൂകൽ വിളി കേട്ട് പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും വലിയ പ്രതിഷേധം ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് അവിടെ നേരിടേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഗസയിൽ ഇപ്പോൾ നടത്തുന്ന നരനായാട്ടിനെതിരെയുള്ള ലോകത്തിന്റെ ഒരു വികാരം കൂടിയാണ്. പക്ഷേ ഇതൊന്നും ഒരു തരത്തിലും നെതന്യാഹുവിനെ ഈ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായി മാറുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. കൂടുതൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്നും നെതന്യാഹു പറയുന്നത്. ഒരു തരത്തിലും അവിടെ വംശഹത്യയല്ല നടക്കുന്നത്, അവിടെ പലസ്തീനെയും ഗസയുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അതായത് അവിടെ പട്ടിണിയില്ല. ഇസ്രയേൽ അടക്കം നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ അവിടെ പൂഴ്ത്തിവെക്കുകയാണ് പലസ്തീൻ ചെയ്യുന്നതടക്കമുള്ള പൂർണ്ണമായും ഫലസ്തീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് നെതന്യാഹു നടത്തുന്നത്. ലോക നേതാക്കളോടും ആ മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഗാസയും പലസ്തീനെയും സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറുപടി കൂടി നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന ഒരു വിമർശനം കൂടി മറ്റ് ലോകരാജ്യങ്ങളോട് നെതന്യാഹു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് കൂകിവിളിയും ബഹിഷ്കരണവും ഒന്നും നെതന്യാഹുവിൻ്റെ നിലപാടിൽ ഒരു ചാഞ്ചാട്ടവും വരുത്തിയിട്ടില്ല. എന്താണോ ഇപ്പോൾ പലസ്തീനോട് ഗാസയോടുള്ള നിലപാട്, അത് കൂടുതൽ ശക്തമായി തന്നെ തുടരും എന്നുകൂടിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അകത്തും പുറത്തും പ്രതിഷേധം, അതാണ് നമ്മൾ യുഎനിൽ കാണുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നിലപാട് മാറ്റുന്നയാളല്ലല്ലോ നെതന്യാഹു എന്നത് ഒരു വിഷമമായി മുന്നിൽ അവശേഷിക്കുന്നുമുണ്ട്.